അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ അൺബോക്സിങ് ഓഫ് ബട്ടർഫ്ലൈ ഇലക്ട്ര മിക്സി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ വെച്ചായിരുന്നു ഞാൻ നിർത്തിയത്. നമ്മുടെ ആ പ്ലഗ് നമ്മുടെ UK ഇത് കമ്പാറ്റബിൾ ആണ് എന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ കുറച്ച് അരി അരച്ച് നോക്കുവാണ്. അതാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ്. അപ്പം ഇത് ഒരു സ്ലൈഡ് പോലത്തെ ഉണ്ട്. അതിലേക്ക് നമ്മൾ ലിഡ് ആക്കിയാൽ മാത്രമേ അത് സെക്യൂർ ആകത്തുള്ളൂ. ഓക്കെ, suction is very എനിക്ക് തോന്നുന്നു ഈ അരി മൊത്തം ഇതിനകത്ത് അരയ്ക്കാൻ പിന്നെ നോക്കട്ടെ. അപ്പം എന്താ ഞാൻ ഇത്രയും ഇട്ടിട്ടുണ്ട് കേട്ടോ അരി. അതൊക്കെ ഇച്ചിരി വെള്ളം ഒഴിക്കുക. നമുക്ക് നോക്കാം എങ്ങനെ അരയുമെന്ന്. ഇത് അടയ്ക്കുന്നത് രാശനെ കാണിച്ചിരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഇവിടെ ഇങ്ങനെ 2 ഇതുണ്ട്. അപ്പോൾ അത് അതിൻ്റെ അവിടത്തേക്ക് ഇങ്ങനെ ആക്കുക. എന്നിട്ട് നമ്മളിവിടെ കാണാമെന്ന് വിശ്വസിക്കുന്നു. കാണാമോ? ഇവിടെ ഇങ്ങനെ ഒരു വെട്ട് പോലെ ഉണ്ട് ഇവിടെ കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഒരു വെട്ട് വരും. ഓക്കെ, അങ്ങനെ ആക്കണം. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് നമ്മളിത് അപ്പോൾ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് ഇതിരിക്കും. ഓക്കെ, ഇതിൻ്റെ അകത്തേക്ക് ഇത് കയറ്റണം കേട്ടോ. കേട്ടോ ഇങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്തിടണം കേട്ടോ. അപ്പോൾ അല്ലേ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ മിക്സിയിൽ ഒന്ന് അരച്ച് നോക്കാം. ഓക്കെ, നിങ്ങളിങ്ങനെ കാണിച്ചിട്ടിരിക്കാം, നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മുടെ മിക്സി. ഓക്കെ, നമുക്കിവിടെ ഓൺ ചെയ്യാം. അപ്പോൾ അതേ നല്ല അടിപൊളി ലൈറ്റ് നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിനുവേ ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഇങ്ങോട്ടാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഞാനൊന്ന് നോക്കട്ടെ. എല്ലാം നന്നായിട്ട് ഫിറ്റായിട്ട് മേക്ക് ഷുവർ ചെയ്യണം ഇത് ടൈറ്റാണെന്നേ. നമുക്കത് തുറന്ന് നോക്കാം. ഇതുപോലെ തന്നെ നമുക്കത് സ്ലൈഡ് ചെയ്തിട്ട് തുറന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്കൊരു പഴയ മിക്സിയുടെ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് നോക്കാവേ. ഇളക്കി കൊടുക്കാം. ഇതൊരു അരിഞ്ഞെന്നറിയണ്ടേ. അപ്പം നന്നായിട്ട് അറിയുന്നുണ്ട് കേട്ടോ. ലിഡ് നല്ല സെക്യൂർ ആയതുകൊണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് കൈ എടുത്താലും താഴെ പോകത്തില്ല. അപ്പം ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഞാൻ കൈയിട്ട് കാണിക്കുകയാണേ. ഭയങ്കര സോഫ്റ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് നമ്മുടെ കപ്പിക്കുള്ളതൊന്ന് മാറ്റി വെക്കുക. 2 ടീസ്പൂൺ. ഓക്കെ, അപ്പം ഞാനിത് അരച്ചെടുക്കട്ടെ. ബാക്കി എങ്ങനെയാണെന്ന് പരീക്ഷിക്കാൻ വേണ്ടി പോകണേ. അപ്പം അതിന് ഇങ്ങനെയൊരു സാധനമുണ്ട്. നമ്മുടെ ഫുഡ് പ്രോസസ്സ് എന്നുള്ള ബോക്സിൽ വരുന്നതാണ്. അതിൻ്റെ അകത്തുള്ള സാധനങ്ങളാണ് ഇവിടെ എല്ലാം ഈ കിടക്കുന്ന സാധനങ്ങളെ. അപ്പം അതിൻ്റെ അകത്തുനിന്ന് എടുത്തതാണ്. അതിൻ്റെ അകത്ത് ഇതെന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് ചോപ്പിംഗ് ഡിസ്ക്. ഇതാണ് ചോപ്പിംഗ് ഡിസ്ക്. അപ്പോൾ ഈ ചോപ്പിംഗ് ഡിസ്ക് നമുക്ക് നമ്മുടെ മിക്സിയിലേക്ക് അത് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് ആദ്യം അപ്പം ഇതിലേക്ക് കണക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ അല്ല ഇത് ഊരുമില്ല. പൊടാണ് ക്യാഷ് വരെ പൊട്ടത്തരൊക്കെ പറയുന്നത്. ഏത് ഊരും? ഈ സാധനം ഊരാതെ എങ്ങനെയാ നീ മറ്റത് കണക്ട് ചെയ്യുന്ന രശ്മി? ഈ സാധനം ഇത് ഊരി എടുക്കണോ? നീ എന്നതാ കാണിക്കുന്നത് മാർക്ക്? അല്ല നീ എങ്ങനെ അത് കണക്ട് ചെയ്യൂ രശ്മി? അപ്പൊ അത് ഇങ്ങനെ വെക്കണം. എന്നിട്ട് ക്ലോക്ക് വൈസാ. ഡു നോട്ട് ഇമേഴ്സ് ഇൻ വാട്ടർ. ഇത് വെള്ളത്തിൽ കഴുകാൻ പാടില്ല. അപ്പോൾ ഇതിങ്ങനെ വെക്കാം. ഓക്കെ, ഇങ്ങനെ സെറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ഇത് ബോള്. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്ന ബോള്. അപ്പം ഇത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെക്കണം. ഓക്കെ, അപ്പം ഇത് ഇനി ഇവിടെ വയ്ക്കുക. ഓക്കെ, എന്നിട്ട് ക്ലോക്ക് വൈസ് തിരിച്ചു. ഓക്കെ, ഡസ് ഡൺ.
നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ഷാഫ്റ്റ് കേട്ടോ. ഷാഫ്റ്റ്, ഈ ഷാഫ്റ്റ് നമ്മളിതിൻ്റെ സെൻറ്ററിനകത്തേക്ക് ഫിക്സ് ചെയ്യണം. ഐ തിങ്ക് എങ്ങനെയാണ് ഫിക്സ് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഇത് മുകളിലേക്ക് വരുന്ന രീതിയിൽ. ഓക്കെ, ഇങ്ങനെ ചുമ്മാ വെച്ചാൽ മതി എന്ന് തോന്നുന്നു. Place the shaft in the center of the wall. Fix the slicing grating blade on the center edge of the supporting disc and then press on the other side for locking. So നമുക്ക് എന്താ പറയുക എൻ്റെ പേര്, ബ്ലേഡ് സപ്പോർട്ട് ഡിസ്ക്. ഓക്കെ, ഇതിനകത്തേക്ക് നമുക്ക് കുറേ ബ്ലേഡ്സ് തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്ലേഡ് ചൂസ് ചെയ്തായിരുന്നു. എന്തിയാ ബ്ലേഡ്? ഓക്കെ, അതെ, ഇങ്ങനെ ഒരു ബ്ലേഡ്സ് ഇട്ട് ഞാൻ ഓൾറെഡി കാണിച്ചായിരുന്നു. ഇങ്ങനത്തെ കുറേ പല പല ടൈപ്പ് ഓഫ് ബ്ലേഡ് ഒക്കെ, ഇങ്ങനത്തെ പല പല ബ്ലേഡുണ്ട് അക്കോർഡിംഗ് ടു ദ യൂസ്. ഇങ്ങനത്തെ ബ്ലേഡ്, ഇങ്ങനത്തെ സ്ലൈസ് ചെയ്യുന്ന ബ്ലേഡ്, അങ്ങനെ കുറേ ബ്ലേഡുണ്ട്. ഈ ബ്ലേഡ് ഇതാണ് ഇപ്പം ഞാനിപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി പോണേ. പിന്നെ ചെറുത് വലുത് ഇങ്ങനത്തെ കുറേ ബ്ലേഡുണ്ട്. തൽക്കാലം ഞാൻ ഒരു ബ്ലേഡ് ഇതൊന്ന് കഴിത്തരൂ. നീവിടെ കഴുകുന്നൊക്കെ, നീ കഴുക്കുകാരനായോണ്ടല്ലേ ഞാൻ പറഞ്ഞു കഴുകാൻ. ബ്ലേഡ് നമ്മൾ ഈ ബ്ലേഡ് ഡിസ്ക് എന്താ പറയുന്നതിന്, ബ്ലേഡ് സപ്പോർട്ട് ഡിസ്കിലേക്ക് സ്ലൈഡ് ചെയ്ത് കയറ്റാം. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ കയറ്റി കേട്ടോ. ഇങ്ങനെ ചെയ്തു. ഇച്ചിരി വലുതാക്കിയാണ് ഞാൻ എടുക്കുന്നത്, കാരണം ജ്യൂസറിനാണേ. ഇത് നമ്മൾ ഈ ഷാഫ്റ്റിലേക്ക് ഫിക്സ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ. എന്നിട്ട് ഇത് ലോക്കൊന്നും ആകില്ല എന്ന് തോന്നുന്നു. ഒരു സെൻറ്റർ ദെൻ പ്ലേസ് ദ ലിഡ് ഓൺ ദ സ്ലോട്ട്സ് ആൻഡ് ടേൺ ക്ലോക്ക് വൈസ് ടു ലോക്ക്. അപ്പം ഈ ഒരു ഇതാണ് ലോക്ക്. അപ്പം ഇത് നമ്മൾ ഇവിടെ ഒരു കാണാം, ഇവിടെ ഒരു ഹോൾ പോലെയുണ്ട്, അത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെക്കുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇങ്ങനെ. ഓക്കെ, അപ്പം ഇവിടെയും നിങ്ങൾക്ക് കാണാം, ഇത് മിക്സി ഒന്ന് തിരിക്കാൻ ഇച്ചിരി പാടാണ്. ഇങ്ങനെ ഒരു സ്ലൈഡിങ് സംഭവം ഇവിടെയുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ലോക്കായിട്ട് ഇതിരിക്കും. ഓക്കെ, അപ്പോൾ അതിലോ കുറച്ച് പൊറ്ററ്റോയും ക്യാരറ്റും സബോള എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ വെജിറ്റബിൾ ചോപ്പറിൽ ഇട്ടിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ക്യാരറ്റ് ഒന്ന് ഇട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഓൺ ചെയ്യുവാണ്. ലൈറ്റൊക്കെ തെളിഞ്ഞു. നമുക്ക് ഇവിടെ ഓൺ നോക്കാം എങ്ങനെയാണ്. ഇങ്ങനെ ദൂരി എടുക്കുന്നതാണേ. അപ്പോൾ ഇത് ഒന്ന് ചെറുതാക്കിയിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്കിടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വലുതായിട്ട് അരിയണമെങ്കിൽ, ഇത് ചെറുതായിട്ട് അരിയണമെങ്കിൽ, അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ട് ഇവിടെ എന്താ പറയുക, നമ്മുടെ പച്ചക്കറി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. നമ്മുടെ ക്യാരറ്റ് ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ എങ്ങനെ വരുമെന്ന് സംഭവം. എനിക്കറിയത്തില്ല, നോക്കാം, കുറച്ചിട്ട് നോക്കാം എന്താവും അറിയാമല്ലോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബിഗല്ലേ ഇങ്ങനെയല്ലേ, അപ്പം ഇതിങ്ങനെ ഒന്ന് വെച്ച് നോക്കാം. ഓക്കെ, ഇത് ഓൺ ചെയ്യാം. ചെയ്തിട്ട് ഇതിങ്ങനെ ഗ്രേറ്റ് ചെയ്യുന്ന സംഭവം കേട്ടോ, മാറ്റി കൊടുക്കാം നമുക്ക്. നമ്മളൊന്ന് നമ്മുടെ മസാലയൊക്കെ പൊടിച്ചെടുക്കാൻ പറ്റുന്ന അപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ജാറ്. അപ്പോൾ ഞാൻ നമ്മുടെ മിക്സിയൊക്കെ ഇവിടെ ഓണാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ പൊടിക്കാൻ പോകുന്നത് നമ്മുടെ പുളിയോഗരിക്കുള്ള കുറച്ച് പൊടിയാണ്. അതാണ് ചൂടാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഒന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണേ. അപ്പം നമ്മുടെ ഈ എന്താ പറയുക, ഇത് ഒത്തിരി ഒന്നും പറ്റത്തില്ല. ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ഓക്കെ, അപ്പം ഞാൻ നോക്കട്ടെ ഇതെങ്ങനെയായിരിക്കും സംഭവം എന്ന്. ഞാൻ ഇങ്ങനെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. നോക്കട്ടെ. അപ്പം നമുക്ക് ഞാൻ ഇതിൻ്റെ അകത്തേക്ക്
നമ്മുടെ ഈ സാധനങ്ങളെല്ലാം കൂടെ അങ്ങ് ഇടുക. ഓക്കെ, കുറച്ചും കൂടെ ഉണ്ടേ. ഓക്കെ, ഒരു കുറച്ച് നമ്മുടെ അസഫോറ്റിയുടെ പൗഡർ ഉണ്ടല്ലോ, കളയുന്നില്ല, അതിടും. എനിക്കത് വേണം, അസഫോറ്റിയുടെ പൗഡറേ. അപ്പം നമ്മൾ ഇത് ഇങ്ങനെ പൊടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു. അപ്പം നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊണ്ട് കമത്തി ഇടില്ല, അപ്പം മൊത്തം കൂടെ താഴെ പോവും. ഞാനിപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തേനെ, എൻ്റെ കാര്യമൊക്കെ അല്ലേ. അപ്പം ഇങ്ങനെ വെച്ചിട്ട് ഇത് അടച്ചിട്ട് നമ്മൾ നേരെ ഇത് ചുറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇതിൻ്റെ അകത്തൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കാണാമെന്ന് ഞാനിങ്ങനെ കാണിക്കാം. ഓക്കെ, അപ്പം ഇത് വിപ്പിങ്, ഇത് ഫുഡ് പ്രോസസ്സർ, ഇത് 0, പിന്നെ 1ലേക്കാണ് നമുക്ക് വേണ്ടത്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സൂപ്പറായിട്ട് പൊടിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഓക്കെ കാണാൻ പറ്റിയില്ല, അതുണ്ടോ? സൂപ്പറായിട്ടിത് പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ക്യാമറ ഇച്ചിരി നോക്കിയില്ല, അപ്പോൾ ഇനി ഒന്നും കൂടെ കാണിക്കാം. ഇത് ഫുഡ് പ്രോസസ്സർ, ഇത് വിപ്പിങ്, ഇങ്ങോട്ട് തിരിച്ചാൽ ഇത് 1. അപ്പം ഞാൻ ഇങ്ങനെയാണിത് പറഞ്ഞത്. ആദ്യം നമുക്കിത് എടുക്കാം. ഓക്കെ, ഇങ്ങനെ തിരിച്ച് നമ്മളിങ്ങനെ എടുക്കുന്നു. ഓക്കെ, നമ്മുടെ പൊടി നല്ല സൂപ്പറായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പുളിയോഗരിയുടെ പൊടിയാണ്. ഞാൻ പുളിയോഗരിയൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞൊന്നും തരണ്ട, നിങ്ങൾ കുറച്ച് കണ്ടുപോവുകയും ചെയ്തല്ലോ. അപ്പം ഇങ്ങനെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. എനിക്കിവിടെ ഒരു കുട്ടി പാത്രങ്ങളുണ്ട്, അതിനകത്ത് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ. ചപ്പാത്തി ഒന്ന് കുഴച്ച് നോക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ മിക്സിയിൽ. ബാക്കി ഓരോരോ ഉപയോഗങ്ങൾ ഞാനിങ്ങനെ കാണിച്ച് തരാം കേട്ടോ. ഇത് നമ്മുടെ ഫുഡ് പ്രോസസ്സർ, അതായത് നമ്മുടെ അരി അരച്ച ആ പാത്രം തന്നെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. അപ്പം അതിൻ്റെ അകത്തേക്ക് ഈ ഷാഫ്റ്റ്, ഇതാണ് ഷാഫ്റ്റ്. ഇപ്പം ഞാൻ ഓരോന്നും പഠിച്ചു വരും. ഇത് ഫുഡ് പ്രോസസ്സർ, ഇത് ഷാഫ്റ്റ്. അപ്പം ഇത് നമ്മൾ ഇങ്ങനെ കയറ്റി വെക്കുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ആട്ടാനിയർ. ഈ സാധനം ഇത്തരയ്ക്ക് ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ചുമ്മാ വയ്ക്കുകയാണ് ഇങ്ങനെ. ഓക്കെ, ഇത് ഇവിടെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് 190 ഗ്രാം പൗഡറിന് 120 ml ബോട്ടാണ് പറഞ്ഞേക്കണേ. അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് കുറിച്ചെടുക്കാം. ഓക്കെ, അതാണ് ഫ്ലോറ്. മൾട്ടിഗ്രെയിൻ ആട്ട, ഒരു 250 ml സ്പൂണാണ്. അപ്പം ഞാനൊരു 190 ml എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഭാഗത്തിനാക്കി ഞാൻ എടുക്കും. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു കപ്പ് 250 ml ആണേ. ഒക്കെ ഇതിൻ്റെ എന്താ പറയുക, പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് കൂടെ ഈ വലിയ ബിഗ് പുഷറിനകത്ത് കൂടെ പൊടിയും ഇതിൻ്റെ അകത്ത് കൂടെ വാട്ടറുമാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമുക്കിങ്ങനെ അല്ലാതെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ വരത്തില്ലേ, നോക്കാം. ഞാൻ എനിവേ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇടുവാണ്. പൊടി ഇട്ടു, വാട്ടർ ഒഴിച്ചു. ഇനി ഞാൻ സാധാരണ ഒഴിക്കുന്നത് ഇച്ചിരി എണ്ണയാണ്. ഇച്ചിരി എണ്ണ ഒഴിച്ചു. പിന്നെ അത്യാവശ്യം ഇച്ചിരി ഉപ്പ് കൂടെ ഇട്ടിട്ട് നമുക്ക് നോക്കാം എന്ത് സംഭവിക്കും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് ആത്യന്തികമായിട്ട് നമ്മൾ ഒടിച്ചു കളഞ്ഞുകൊണ്ട് എനിക്കിപ്പം ഇങ്ങനെ ഏത് വെക്കാൻ പറ്റും, ഒരു വരുമായിരിക്കും എന്നുള്ളൊരു വിശ്വാസം. ഓക്കെ, അപ്പം ഇങ്ങനെ ഇത് വെച്ചേ ചുവടപ്പൊക്കെ കാണിക്കാൻ കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ എപ്പോഴും കാണിക്കുന്ന പോലെ തന്നെ ഇത് ഫുഡ് പ്രോസസ്സർ ആയിട്ടുണ്ട്. ആ ബട്ടറിലേക്കാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാനൊന്ന് പ്രസ് ചെയ്യുവാണേ.
കൂടെ കാണിക്കാം. ഇത് നമ്മുടെ ഇതൊരുമാതിരി ദോശ ആയതുപോലെ ആയിട്ടുണ്ടേ. അതായത് കണ്ടോ, ഇതൊരു ദോശയുടെ ഒരു ടൈപ്പ് ഓഫ് കൺസിസ്റ്റൻസിയാണ്. അപ്പം ഞാനിത് കുറച്ചും കൂടെ പൊടിയിട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പം അവർ പറഞ്ഞ പോലെ ഇപ്പം പേര് കാരണം എൻ്റെ അടപ്പ് നമ്മൾ ഓൾറെഡി പിടിച്ച് വലിച്ചതാണ്, പൊട്ടി. അപ്പം നമ്മുടെ ബിഗ് പുഷറിൻ്റെ അകത്ത് കൂടെ പൊടിയിട്ട് കൊടുക്കാനാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ ബിഗ് പുഷർ. ഓക്കെ, അതിൻ്റെ അകത്തൊക്കെ പൊടിയിട്ട് കൊടുക്കാം. അപ്പം ഞാൻ അഗെയിൻ ഈ കപ്പിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണമെങ്കിലുണ്ടല്ലോ ഇത് ഭയങ്കര പാടാണ്. അപ്പം ഞാനിത് ഓർക്കുന്നത് ഇങ്ങോട്ട് ഊരിയിട്ടാണ് ഇട്ട് കൊടുക്കുക, അതായിരിക്കും എളുപ്പം. അപ്പോൾ വെള്ളം വേണേൽ എൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു കപ്പ് പൊടിയും കൂടെ ഇട്ടേ, നമുക്ക് വേണമെങ്കിൽ മതിയിട്ടോ, ഇച്ചിരി ഇച്ചിരി ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ റെഡി. നെക്സ്റ്റ് വിസ്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റേജ് ഒന്ന് നോക്കാവേ എങ്ങനെയാണ്. നിങ്ങൾക്കിത് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഇളക്കം ദിവസം ഇത് നന്നായിട്ട് ഈ വെള്ളം ഒഴിക്കാതെ നമുക്ക് ഒന്ന് നന്നായിട്ട് ഇതായിട്ടായിരിക്കണേ. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത ഇതും കൂടെ ഇട്ട് കൊടുക്കട്ടെ. ഓക്കെ, ഇത് മതിയായി. ഇത്രയാണ് 3 കപ്പ് പൊടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മതിയായിരിക്കും. ഇനി വെള്ളം ഒഴിക്കുന്നില്ല ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഈ ബിഗ് പുഷറും സ്മോൾ പുഷറൊക്കെ വെക്കാം കേട്ടോ. ഞാനത് വെക്കാതെ എങ്ങനെ പറ്റുമോ നോക്കുന്നതാണേ. നമുക്ക് ഒരു 190 ഗ്രാമാണ് ഇത് ഉപയോഗിക്കാൻ നമ്മൾ സത്യം പറഞ്ഞാൽ പറ്റത്തുള്ളൂ. 190 ഗ്രാം. എന്നിട്ട് നമ്മൾ ഓരോ പ്രാവശ്യമായിട്ട് എടുത്തെടുത്ത് ചെയ്യണം. അപ്പം ഞാൻ ഇതിപ്പോൾ കുറേ ഇട്ടല്ലോ. അപ്പം ഞാൻ ഓർത്തു ഇതകത്ത് കുറച്ചും കൂട്ടി എടുക്കാം. എന്നിട്ട് ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ കൈ കൊണ്ട് പരത്താം കേട്ടോ. ഇത് അതുപോലെ നല്ല ഇതാക്കി അവർ ഇതാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ചും ഇങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് പരത്താൻ പറ്റുന്ന അതിന് വെക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ആക്കി കൊടുക്കാം. ഓക്കെ, ഇത് ആക്ച്വലി ആയിട്ടുണ്ട്. ഒരു ഓക്കെ, ഇത് കണ്ടോ. അപ്പം ഞാനൊരു ഇത്രയാക്കിയിട്ട് ഒരു സ്വല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് കൊടുക്കുവാണേ. നമ്മുടെ ബിഗ് പ്രോസസ്സ് ആക്ച്വലി കഴിഞ്ഞു. ഇനി നമ്മൾ ഇച്ചിരി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. ഞാൻ ഇത് ഒന്നും കൂടി ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് അതിനിത് ഇങ്ങോട്ട് എടുത്തിട്ട് അടുത്തിടാം. ഓക്കെ, അതാണ് എൻ്റെ പ്ലാൻ. എനിക്ക് തോന്നുന്നു ഇത് മതിയായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം നന്നായിട്ടായിട്ടുണ്ട്. നമ്മുടെ ആട്ട നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് വന്നിട്ടുണ്ട്. ഇപ്പം ഇത്രയും വെള്ളം വേണ്ട. നമ്മൾ വെള്ളം അഡ്ജസ്റ്റ് ചെയ്തെന്ന് അനുസരിച്ചിരിക്കും കേട്ടോ. ഇത് ഈ ഒരു ഇച്ചിരി പൊടികൾ ഇട്ട് കൊടുക്കാം അതിൻ്റെ അകത്ത്. അപ്പം ഞാൻ ഇച്ചിരി സോഫ്റ്റ് അല്ലേ, അപ്പം ഞാൻ ഇച്ചിരി കൂടെ പൊടിയിൻ്റെ അകത്തേക്ക് നമ്മളത് കുഴച്ച് വെച്ച പൊടിയല്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കാം, വെള്ളം ഒഴിക്കാതെ. നമുക്ക് നോക്കാം. ഓക്കെ, നോക്കട്ടെ.
ഓക്കെ, ഇത് വേണമെങ്കിൽ ഇത് നല്ല സോഫ്റ്റാണ്, വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പൊടിയിടാം. അപ്പം ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടില്ലേ ഈ സാധനം തന്നെ ഇത് ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് നമുക്കിത് കുഴയ്ക്കാം. ഓക്കെ, അപ്പം നമ്മളത് ആദ്യമായതുകൊണ്ടാണ് നമുക്കിങ്ങനെ. അപ്പം നമ്മൾ എന്താ പറയുക, കുറച്ച് പൊടി ഇട്ടിട്ട് കുഴച്ച് ഇങ്ങനെ എടുക്കുക. ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ എന്താ പറയുക, ഈ കുഴക്കാനൊക്കെ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് നല്ല എളുപ്പമായിരിക്കുമേ. ഇപ്പം ഞാൻ എടുത്തു. ഇതിപ്പം ഇത് കറക്റ്റ്, ഇതാണ് എൻ്റെ ടെക്സ്ചർ. അപ്പോൾ ഇതും കൂടെ മിക്സ് ചെയ്യുമ്പം കറക്റ്റായി. അപ്പോൾ നമ്മുടെ ചപ്പാത്തി കുഴയ്ക്കലിവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പം നമുക്കറിയാൻ മേലാത്തതുകൊണ്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ട് പരിപാടി കഴിഞ്ഞു നമ്മുടെ. അപ്പം നമ്മുടെ ചപ്പാത്തിയുടെ ഫ്ലോർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ കണ്ടോ എത്ര പെട്ടെന്ന്, എത്ര സോഫ്റ്റായിട്ട് ഇത് ചെയ്തേക്കണേ. അപ്പം ഞാനിത് എന്നാ ചെയ്യണേ, നമുക്കിത് ഒരുമിച്ച് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് പൊടി കൂടുതലെടുത്തുകൊണ്ടാണ്. അപ്പം നല്ല സോഫ്റ്റാണിത്. എനിക്ക് വേണമെങ്കിൽ ഇത് കുറച്ചും കൂടെ ഇതിട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ കുഴയ്ക്കാൻ വേണം. അപ്പം ഇനി വെള്ളം കൂട്ടി കുഴയണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഒന്നും കൂടെ ഒന്ന് ഇത് ചുമ്മാ ഒന്ന് സോഫ്റ്റ് ആക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇത് നല്ല സോഫ്റ്റാണ്, കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഓക്കെ, ഇത് കറക്റ്റ്. അപ്പം നമ്മുടെ ഒരു ഗുണം മനസ്സിലായല്ലോ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ജ്യൂസ് ഉണ്ടാക്കുന്നതാണ്. അപ്പം ജ്യൂസിൻ്റെ വീഡിയോയുടെ കൂട്ടത്തിൽ ഞാൻ ഇതും കൂടെ ആഡ് ചെയ്യും. പക്ഷേ ഇത് ഞാനൊന്ന് കാണിച്ചു തരാവേ. നമ്മുടെ ജ്യൂസിൻ്റെ മെഷീന്, അതായത് PC ജ്യൂസർ ജാറ്, മെഷീൻ അല്ല അതിൻ്റെ സാധനങ്ങൾ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന്, അതായത് ഇതിനകത്തൊരു പുഷറുണ്ട്, ഇതിനകത്തൊരു ലിഡുണ്ട്, പിന്നെ ജ്യൂസിങ് ഫിൽറ്ററുണ്ട്, ജ്യൂസർ ജാറ്. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ ഒരു അടപ്പിൻ്റെ ഒരു ഭാഗം. പിന്നെ നമുക്ക് ഇതാണ് ഇതിൻ്റെ ഫിൽറ്റർ സംഭവം. പിന്നെ ഇത് അതിൻ്റെ എന്താ പറയുക, ഇതാണ് അതിൻ്റെ ജ്യൂസിങ്ങിൻ്റെ ജാറ്. അപ്പോൾ നമ്മൾ ഹാഫ് പോർഷനെ ഇത് ഫ്രൂട്ട്സൊക്കെ ഇതിനകത്ത് ഇടാവുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അതിന് ഒരു ലിഡുണ്ട്. ആ ലിഡ് ഇതാണ്. ആ ലിഡെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫിൽറ്ററില്ലേ, ഇതിങ്ങനെ വെച്ച് കഴിയുമ്പം നമുക്ക് ഇതിവിടെ ഇങ്ങനെ അടച്ചു വെക്കാനാണ്. ഓക്കെ, അപ്പം ഞാനിതെല്ലാം ഒന്ന് കഴുകിക്കൊണ്ട് വന്നിട്ട് കാണിച്ചു തരാവേ. അപ്പം നമ്മൾ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ഇത് കണ്ടോ, നല്ല സോഫ്റ്റാണ്. ആഹാ, ഇതിവിടുത്തെ ഒരു ഓറഞ്ച് കളറാണ്. ഇതാണ് ഇതിൻ്റെ ഇത് മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് ഇടുവാണ്. ഓക്കെ, അപ്പം ഞാൻ നമ്മുടെ ജ്യൂസിൻ്റെ ഫിൽറ്ററാണ്. ഇതിൻ്റെ അകത്തേക്ക് വെക്കുവാണേ. എന്നിട്ട് ഞാൻ നമ്മുടെ ഈ എന്താ പറയുക, പാഷൻ ഫ്രൂട്ടിൻ്റെ ഇതുണ്ടല്ലോ, ഇത് ഞാൻ നമ്മുടെ ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് ഇടുക. ഓക്കെ, എന്നിട്ട് ഈ തൊണ്ട് മാത്രം ഇങ്ങനെ എടുക്കുക. ഇതുകൊണ്ട് അച്ചാറൊക്കെ ഇടാമെന്ന് കേട്ടോ പറയുന്നത്. നമുക്കതൊക്കെ നോക്കാൻ ട്രൈ ചെയ്യാം. അപ്പം ഞാനിതിൻ്റെ ഇതുണ്ടോ, ഇത് നന്നായിട്ട് പഴുത്ത് ഇതായിട്ടിരിക്കുന്നുണ്ടോ. നമുക്ക് ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. ധാരാളം ഫൈബറൊക്കെ ഉള്ള സംഭവമാണെന്നാണ് പറയുന്നത്. ഇനിമേ ഞാനിത് എല്ലാം കൂടെ ഒന്ന് ഇടട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. ഓക്കെ, ഒരു അരയ്ക്കുകയും ചെയ്യാം, ഇച്ചിരി ഇതിൻ്റെ അകത്ത് ഇടുകയും ചെയ്യാവേ. അപ്പം നമ്മുടെ മിക്സി ഇവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് അടയ്ക്കാം. എന്നിട്ട് നമുക്കതിൻ്റെ അകത്തേക്ക്, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്തേക്കായിരിക്കും വെള്ളം ഒഴിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഇങ്ങോട്ട് വെള്ളം ഒഴിക്കുക. നമുക്ക് ഹാഫ് പോർഷൻ വരെ വെള്ളം ഒഴിക്കാമെന്ന്. അപ്പം ഇതിൻ്റെ ഇത് എത്ര പറയുക, 1.5 ലിറ്റർ വരെ. അപ്പം ഞാനിവിടെ ഇത്രയും അങ്ങ് ഒഴിക്കും, കുറച്ചൊഴിക്കും, നമുക്ക് ഒത്തിരി വേണ്ടല്ലോ. അപ്പം അത്രയും ഒഴിക്കട്ടെ വെള്ളം. അപ്പം എന്തായാലും ഞാൻ ഇത്രയും ഭാഗം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ മിൻറ്റിൻ്റെ ലീവ്സ് ഞാൻ നമ്മുടെ ജ്യൂസറിൻ്റെ അകത്തേക്ക് ഇടുക. പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര, ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇടാത്തതാണോ ഹെൽത്തി, പക്ഷെ നമ്മുടെ ഈ പാഷൻ ഫ്രൂട്ട് ഒരു പുളി പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ അനിവേ ഇച്ചിരി പഞ്ചസാര അങ്ങോട്ട് ഇടുന്നുണ്ടേ. വെള്ളത്തിൻ്റെ അകത്തും പുറത്തും ഒക്കെ ഒന്ന് ഇട്ട് നോക്കാം, എങ്ങനെയാണെന്ന് അറിയത്തില്ല നമുക്ക്. എനിക്ക് അതിൻ്റെ സംഭവം ഞാൻ പുറത്തൊന്ന് ഇട്ട് നോക്കട്ടെ.
ഇത്ര മതിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഷുഗർ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവേ. അപ്പം അത്ര ഇട്ടിട്ട് നമുക്ക് ഈ സാധനം കൊണ്ട് പുഷ് ചെയ്യുവാന്നാണ് ഞാൻ കേട്ടത്. അപ്പം ഞാനിങ്ങനെ അടച്ചു വെച്ചു. അറിയാം കേട്ടോ, ഞാൻ മിസ്റ്റേക്ക് ആയിട്ട് അവിടെ വെച്ചു. അപ്പം ഇത് ഇങ്ങനെ എല്ലാം ഇങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പം ഇങ്ങനെ അടച്ചു. ഓക്കെ, കാണാമെന്ന് വിശ്വസിക്കുന്നു. എടുപ്പിച്ച് കാണിച്ചു തരാവേ. ഓക്കെ, ഇനി ഞാൻ ഇതിങ്ങനെയല്ല വെക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ അടപ്പ് ഇങ്ങനെ ആയിരിക്കണം. ഇത് നമ്മൾ പോകാതിരിക്കാനായിരിക്കും കേട്ടോ അടപ്പ്, അല്ലാതെ ഇതിങ്ങനെ അടയാൻ ഒരു ചാൻസും ഇല്ല. ഇങ്ങനെയാണോ? അടയാനൊന്നും ഒരു ചാൻസില്ല, ഇങ്ങനെ ആയിരിക്കും. ഞാനിങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കട്ടെ. മുറുകിയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് ജ്യൂസ് ചെയ്ത് നോക്കാം. നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയായിരിക്കും എന്നിത്. തുറന്ന് നോക്കാം അല്ലേ. ജ്യൂസാണ് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇന്നത്തേക്ക് ഒന്ന് വെച്ച് നോക്കാം. ഇത് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണേ. അപ്പം ഇതൊക്കെ ഒന്ന് എടുക്കട്ടെ. അപ്പം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ഫിൽറ്ററിൻ്റെ അകത്ത് അങ്ങനെ ലൈക്ക് ഇവിടെ ഇങ്ങനെ ഫിൽറ്ററി വരും എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. എനിവേ നമുക്ക് ഓക്കെ. ഫങ്ഷൻ കാണിക്കാൻ പോകുന്നത് ചോപ്പിംഗ് ആണ്. അപ്പം നമ്മുടെ ഫുഡ് പ്രോസസ്സിൻ്റെ ജാറ് അതെടുത്ത് ഇവിടെ കയറ്റി വെക്കുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ എന്താ പറയുക ഈ ഷാഫ്റ്റ് അത് നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് വെക്കുന്നു. ഓക്കെ, പിന്നെ ഇതാണ് നമ്മുടെ വെജിറ്റബിൾ കട്ടർ, അതായത് വെജിറ്റബിൾ ചോപ്പറിൻ്റെ അത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കുന്നു. ഓക്കെ, അത് താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. കാണാമെന്ന് വിശ്വസിക്കുന്നു. അതെല്ലാം കാണാമെന്ന് വിശ്വസിക്കുന്നു പറഞ്ഞാൽ നിങ്ങളെ വീട് കഴിഞ്ഞപ്പോഴേ കാണത്തുള്ളൂ. പക്ഷേ കണ്ടോ, ഇങ്ങനെ ഇറക്കി താഴത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വെജിറ്റബിൾ നമുക്ക് ഇനി ഒരു അടപ്പുണ്ടല്ലോ, അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം. ഓക്കെ, എന്നിട്ട് എന്താ പറയുക ഇത് സ്മോൾ പുഷർ അല്ല, ഇത് ബിഗ് പുഷർ, മറ്റേത് സ്മോൾ പുഷർ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും എൻ്റെ ഒപ്പം തന്നെ. അപ്പം ഞാൻ എന്താ ചെയ്യണേ, ഞാൻ ഇങ്ങോട്ട് തൽക്കാലം ഞാൻ അങ്ങോട്ട് ഇടുവാണേ. ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് ഇടുക, നോക്കാമല്ലോ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അടച്ചു പോയി. ഇതിപ്പോൾ അടച്ചു വെക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇനി നോക്കാം. ഇതിങ്ങനെ സ്മോൾ പുഷ് നമുക്ക് ഇനിയും പച്ചക്കറി ഇട്ട് കൊടുക്കാനായിട്ടാണ്. അപ്പം ഇതിങ്ങനെ തുറക്കാൻ ഇടുക, ചെറിയ വെജിറ്റബിൾ ആണെങ്കിലേ ചോപ്പ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഇതിങ്ങനെ വെച്ചു. ഇനി നമുക്ക് അവിടെ നിന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് പ്രോസസ്സറിൻ്റെ ഇവിടെ ഇങ്ങോട്ടാണ് തിരിക്കേണ്ടത്, ഇങ്ങോട്ട് വരെ തിരിക്കേണ്ട, ഇതിങ്ങോട്ടാണ് വിപ്പ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഇതിവിടെ ചോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതിപ്പോൾ എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പം എന്തേ മൊത്തം ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം വഴുതനങ്ങ ഒറ്റയടിക്ക് നമ്മുടെ പരിപാടി കഴിഞ്ഞ് കിട്ടി. പക്ഷേ ഈ സാമ്പാറിനും അവിയലിനൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ചോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇതിൻ്റെ ഒരു ഉപയോഗം പറഞ്ഞു തന്നു. ഓക്കെ, ഏകദേശം കുറേ സാധനങ്ങളുടെ ഉപയോഗമൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് വെജിറ്റബിൾ ചോപ്പ് ചെയ്യുന്നത്, വെജിറ്റബിൾ സ്ലൈസ് ചെയ്യുന്നത്,
ജ്യൂസ് ഉണ്ടാക്കുന്നത്, ആട്ട നീഡ് ചെയ്യുന്നത്, അങ്ങനെ കുറേ ഗുണങ്ങൾ ഞാൻ കാണിച്ചു തന്നു. പിന്നെ അതുപോലെ തന്നെ അരി അരയ്ക്കുന്ന, അങ്ങനെ 5 ഫങ്ഷൻസ് കാണിച്ചു തന്നു. ഇനി ഇതിൻ്റെ അകത്തുള്ളതെന്ന് പറഞ്ഞാൽ വിപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും പിന്നെ സിട്രസ് ജ്യൂസ് മേക്കറും ആണ് ഞാനിനി കാണിക്കാത്തേ ഉള്ളത്. അത് രണ്ടും നമ്മൾ ഓപ്പൺലി അങ്ങനെ ഉപയോഗിക്കുന്നില്ല, എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്തെങ്കിലും ഞാനത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അന്നേരത്തേനും അത് ആ ഫങ്ഷൻ ഞാൻ ഒരു പാട്ടായിട്ട് ആഡ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ഏകദേശം ഇത്രയൊക്കെ ഫങ്ഷനാണ് നമ്മൾ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് അരയ്ക്കുകയും പൊടിക്കുകയും പിന്നെ പൊടിക്കുന്നത് 6 ഫങ്ഷൻ കാണിച്ചു തന്നു. പൊടിക്കുന്നതും അരയ്ക്കുകയും ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇത്രയും ഫങ്ഷൻ കാണിക്കുന്നത്. അപ്പം തന്നെ വീഡിയോ കുറച്ച് ലെന്തായി. അപ്പം ഇനി ഇതിൻ്റെ ബാക്കി ഫങ്ഷൻ പിന്നീട് ഏതെങ്കിലും അവസരത്തിൽ കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ അടിക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും പിന്നെ അതിൻ്റെ അഭിപ്രായം എന്താണെന്ന് പറയാൻ ഒരു കമൻ്റൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. അതാണ് എന്നെ എന്താ പറയുക പിന്നെയും വീഡിയോ ഇടാനായിട്ട് പ്രചോദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കുറച്ച് പേഷ്യൻസ് ഒക്കെ വന്നു. അപ്പം അവരൊക്കെ എന്നോട് പറഞ്ഞു, രശ്മി അല്ലേ, ഞങ്ങൾ വീഡിയോ കാണാറുണ്ട്, ഇപ്പം വീഡിയോ ഒന്നും വിടുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു. വീഡിയോ ഒന്നും കാണുന്നില്ലാത്തതുകൊണ്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബെല്ല് അടിക്കുന്നില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് നാളൊക്കെ ഞാൻ വീഡിയോ ഇടാതിരുന്നാൽ നിങ്ങൾക്ക് ആ വീഡിയോ വരത്തില്ല. അപ്പം എന്താ പറയുക, നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബെല്ല് അടിക്കുവാണെങ്കിൽ എപ്പം ഞാൻ വീഡിയോ ഇടുന്നു അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബെല്ല് അടിക്കും. നമ്മൾ കുറച്ച് ദിവസം ആ കാണുന്ന ആളെ നമ്മൾ അവരുടെ വീഡിയോ കണ്ടില്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിൽ ആ വീഡിയോ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം ഞാനാണേലും എനിക്ക് കുറേ ഫേവററ്റ് ഞാൻ വാച്ച് ചെയ്യുന്ന കുറേ വീഡിയോസ് ഉണ്ട്. അവർ കുറച്ചാണ് വീഡിയോ ഇട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അവരുടെ വീഡിയോ കുറച്ച് ദിവസം കണ്ടില്ലെങ്കിലുണ്ടല്ലോ യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി നമ്മളെ അവരുടെ വീഡിയോ നമുക്ക് നമ്മുടെ ഇതിലേക്ക് വരത്തില്ല. പിന്നെ നമ്മൾ അവരെ സെർച്ച് ചെയ്തൊക്കെ പോകണം. ഞാൻ ചിലപ്പോൾ അവരെ വീഡിയോ ഒന്നും കാണാത്തപ്പം ഞാൻ കുറച്ച് ദിവസം ഡ്യൂട്ടി ബിസി തിരക്ക് അങ്ങനെയൊക്കെ ആകുമ്പോൾ കാണാതിരിക്കുമ്പോൾ ഞാൻ അവരുടെ വീഡിയോ അവരുടെ പേര് നോക്കി സെർച്ച് ചെയ്തിട്ടാണ്. എക്സ്പെഷ്യലി ഇപ്പം ഞാൻ പറയുകയാണ് ലിജി സുജിത്ത്, അപ്പം അവർ ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോ ഇടും. അപ്പം ഞാൻ അവരുടെ വീഡിയോ കണ്ടില്ലെങ്കിൽ ഞാൻ അവരെ ടൈപ്പ് ചെയ്ത് നോക്കും. അതുപോലെ തന്നെ സുജിത്ത് ഭക്തൻ. അപ്പം എനിക്ക് ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പല പല സ്ഥലങ്ങളും നമുക്ക് ആക്ച്വലി പോകാൻ പറ്റത്തില്ലോ. അപ്പം ആ വീഡിയോ എങ്ങനെ കണ്ട് നമുക്ക് ആ സ്ഥലങ്ങൾ കാണാമല്ലോ. നമുക്കൊക്കെ അത്രയൊക്കെ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് പറ്റത്തില്ല. അപ്പം ഞാനങ്ങനെ കാണാറുണ്ട്. അപ്പോൾ അവർ ഇടയ്ക്ക് ചില ദിവസമൊക്കെ വീഡിയോ ഒക്കെ ഇടാതെ ഇരിക്കുന്ന ദിവസം പിന്നെ നമുക്കത് കാണാൻ പറ്റത്തില്ലേ. അതിന് തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ല് എല്ലാത്തിലും ഞാൻ ആക്കിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ മീൻസ് അറിയാൻ മേലാത്തത് കൊണ്ടാണ്. അപ്പം ഇപ്പം ഞാനത് എല്ലാത്തിനും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു. അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോസ് വരുമ്പോഴേ അറിയാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പം ഞാനങ്ങനെ എനിക്കങ്ങനെ ലക്ഷ്മി നായർ അതൊക്കെ എനിക്ക് കുറേ എൻ്റെ ഫേവററ്റ് യൂട്യൂബേഴ്സാണ്. കാരണം ട്രാവലിങ്ങും നമ്മൾ ലക്ഷ്മി നായറിൻ്റെയൊക്കെ വീഡിയോ കണ്ടാണ് കുക്കിംഗ് എന്താണെന്ന് പഠിച്ചത് തന്നെ. ഹിന്ദിയിൽ എനിക്ക് എന്താ പറയുക, പുള്ളിക്കാരുടെ പേര് ഇപ്പം പറഞ്ഞാൽ വന്നപ്പം മറന്നുപോയി. എൻ്റെ ഒരു ഫേവററ്റ് ഒരാളുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരുടെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വന്നത് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബെല്ലും ചെയ്യുക എന്ന് മാത്രമാണ്. വാചകം അടിച്ച് കുറച്ച് കൂടി പോയി. അപ്പം ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.